2016 ഡിസംബർ 18 കോപ്പലാശാനും ശിഷ്യന്മാരും കളമൊഴിഞ്ഞതിന് ശേഷം ആ മഞ്ഞക്കുപ്പായക്കാർ പിന്നീട് തകർച്ചയിലേക്ക് പോയി. ഒരുപാട് പ്രമുഖന്മാരായ പരിശീലകരെ മാറി മാറി പരീക്ഷിച്ചെങ്കിലും അതൊന്നും ഗുണം ചെയ്തില്ല. ലോകത്തിൻ്റെ മൂല്യമുള്ള താരങ്ങൾ വലിയ വില കൊടുത്ത് കൊണ്ടുവന്നിട്ടും അതൊന്നും ഫലം കണ്ടില്ല. ചില പരിശീലകർ നല്ല തുടക്കം കാഴ്ചവെച്ചെങ്കിലും പരിക്കുകൾ പാതി വഴിയിൽ അവർക്കും തിരിച്ചടികൾ നൽകി. ഇനി തല തിരിച്ച് പിടിച്ചു നോക്കൂ, നിങ്ങളുടെ ടീമിനെ ഒന്നാം സ്ഥാനത്ത് കാണാമെന്ന് മറ്റു ടീമുകളുടെ ആരാധകർ വരെ കളിയാക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സെർബിയൻകാരൻ കടന്നു വരുന്നത്. വീണ്ടും പുറത്താക്കാൻ ഒരു കോച്ച് എന്ന് എല്ലാവരും ചിരിച്ചു തള്ളിയ ബ്ലാസ്റ്റേഴ്സിന്റെ 10ാമത്തെ കോച്ചായിരുന്നു അയാൾ. ഒരു മോട്ടിവേറ്റർ കൂടിയായ ആ സെർബിയക്കാരൻ പക്ഷേ ആർക്കും മണക്കാൻ കഴിയാത്തൊരു തീയായി മാറുമെന്നത് ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനും കരുതിയിട്ടുണ്ടാവില്ല. ദ സെർബിയൻ ഇവാൻ വുകമനോവിച്ച്. Makale. 1977 ജൂൺ 19 സെർബിയയിലെ ടിറ്റാവോ എന്ന സ്ഥലത്താണ് ആശാൻ ജനിക്കുന്നത്. കളിക്കുന്ന കാലത്ത് ഡിഫൻഡർ ആയിരുന്നു അദ്ദേഹം. ചെറുപ്പം മുതലേ ഫുട്ബോളിനെ പാഷനായി കൊണ്ടു നടന്ന ഒരു പയ്യൻ തന്നെയായിരുന്നു ഇവാനും. ഇവാൻ്റെ പാഷൻ മനസ്സിലാക്കാൻ നമുക്കൊന്ന് 1991 പോവാം. അന്ന് 14 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ബയൺ വേഴ്സസ് റെഡ് സ്റ്റാർ സെമിഫൈനൽ 2ാം പാദ മത്സരം നടക്കാൻ പോവുകയാണ്. ആദ്യ കളി 2-1 ബയണിൻ്റെ മൈതാനത്ത് റെഡ് സ്റ്റാർ വിജയിച്ചു. 2ാമത്തെ മത്സരം റെഡ് സ്റ്റാറിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്. അന്ന് വെറും 14 വയസ്സുള്ള ഇവാന് ആ മത്സരം കാണണമെങ്കിൽ 200 കിലോമീറ്റർ ദൂരം ട്രെയിനിൽ പോകണമായിരുന്നു. ആ മത്സരം കാണാൻ പോകണമെന്ന് ഇവാൻ മനസ്സിൽ വിചാരിച്ചു. ഇവാൻ്റെ ഒരു സാധാരണ കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് തരുന്ന പൈസയൊക്കെ ഇവാൻ അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഞാൻ കളി കാണാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വലിയ എതിർപ്പാണ് ഉണ്ടായത്. ഇത്രയും ദൂരം ട്രെയിനിന് നീ മാത്രം എങ്ങനെ യാത്ര ചെയ്യും? അത് അപകടമാണ്, നീ പോയാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്നൊക്കെ അമ്മ അവനോട് പറഞ്ഞു. കൂട്ടുകാരെ അറിയിച്ചു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയവൻ അടുത്ത ദിവസം സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി നേരെ 45 മിനിറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. എങ്ങനെ തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന് ഇവാൻ അറിയില്ല. എങ്ങനെ ട്രെയിനിൽ അവിടെ കയറി എവിടെ ഇറങ്ങണമെന്ന് ഇവാൻ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഇവാൻ ആകെ അറിയുന്നത് ഇവാൻ്റെ ആൻറ്റിയുടെ വീടായിരുന്നു. അവിടെ ട്രെയിൻ ഇറങ്ങി ആ ഒരു നാട്ടിലുള്ള ആൻറ്റിയുടെ വീട് ഇവാൻ അറിയായിരുന്നു. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഇവാൻ പോയി. പക്ഷെ അവിടെ ആൻറ്റി ഇല്ലായിരുന്നു. ഏകദേശം 5 മണിക്കൂറുകളോളം അദ്ദേഹം അവിടെ വീടിന് മുന്നിൽ നിന്നു. കളി കാണാനുള്ള ടിക്കറ്റ് പോലും ഇവാൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് കടന്നു വന്ന അവൻ്റെ ആൻറ്റി അത്ഭുതപ്പെട്ടു. അവർ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. അവനോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. കാരണം വെറും 14 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാണ് ഇവാൻ അന്ന്. പക്ഷേ മത്സരം കാണണമെന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു ഇവാൻ. അങ്ങനെ എങ്ങനെയൊക്കെയോ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്ന് ഇവാൻ അവിടെ നിന്നൊരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി അവൻ്റെ അച്ഛൻ്റെ കൂടെ കളി കാണാൻ കയറുന്നു. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത മാച്ച് എന്നാണ് ഇവാൻ ആ മത്സരത്തെ വിശേഷിപ്പിച്ചത്. വീട്ടിലെത്തി അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്നെ കൊല്ലാം, കാരണം ഞങ്ങളുടെ ടീം ജയിച്ചു. ഈ ഒരു പാഷൻ തന്നെയാണ് ഇവാനും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ളത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ടീമിനെ ആദ്യ സീസണിൽ തന്നെ ഫൈനലിലേക്ക് എത്തിച്ച കോച്ച്. ഒരു പ്രധാന താരത്തിൻ്റെ പരിക്ക് പറ്റിയാൽ പകരം ഒരു യുവതാരം എന്നതാണ് ഇവാൻ്റെ സ്റ്റൈല്. ആദ്യ സീസണിൽ ജസലിന് പരിക്ക് പറ്റിയപ്പോൾ സജീവ് സ്റ്റാലിൻ വന്നതുപോലെ, ആൽബിനോക്ക് പരിക്ക് പറ്റിയപ്പോൾ ഗില്ല് വന്നതുപോലെ ഇവരൊക്കെ ഇന്ന് ISLൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണ്. ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ എഞ്ചിനായ ലൂന പോയപ്പോൾ ഇനി അടുത്ത സീസൺ നോക്കാമെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഐമനെയും മസറിനെയും വിപിനെയും ഒരുമിച്ചിറക്കി തലതിരിച്ച് പിടിച്ചാൽ 1ാം സ്ഥാനത്ത് കാണാമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ 2024 കടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ ടേബിൾ ടോപ്പേഴ്സ് ആക്കിയ പരിശീലകൻ. 10 മത്സരത്തിലെ അപരാജിത കുതിപ്പ്, ഏറ്റവും കൂടുതൽ പോയിന്റുകൾ, ഏറ്റവും കൂടുതൽ വിജയങ്ങൾ, ഏറ്റവും കുറഞ്ഞ തോൽവികൾ എല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ അല്ല, ISLൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാൾ. വിമർശകരോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഏത് കളിക്കാരന് പരിക്ക് പറ്റിയാലും എന്തൊക്കെ സംഭവിച്ചാലും ആ വെള്ളക്കുപ്പായമിട്ട് അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാകും. ദ സെർബിയൻ മലയാളി, മലയാളികളുടെ സ്വന്തം ഇവാൻ ആശാൻ. For the fans, something tell fans. Anya Pada, we are waiting for you. We are waiting for you here. Come!